അറ്റ് ലാസ്റ്റ് കമ്പനിയിലും ക്വാർട്ടേഴ്സിലും പോയി. പയ്യൻ പറഞ്ഞു നാട്ടിൽ പോയെന്ന്. ഇതാണ് രാജൻ. രാജ, ഇതാണ് സിന്ധു. പേടിക്കണ്ട, അവിഹിതമായി യാതൊന്നുമില്ല. സിന്ധു ഇപ്പോൾ ഇന്നലെ കാലത്ത് രജിസ്റ്റർ ഭഗവാന്റെ മുമ്പിലെ 10 മണിക്കുള്ള ശുഭമുഹൂർത്തം തൊട്ട് മിസസ് സിന്ധു അനിൽകുമാർ. പേര് ശൈലനല്ലേ? വലിയൊരു വീരസാഹസം കാണിഞ്ഞ കൈകാടാദ്യം. ഞങ്ങളുടെ പ്രോബ്ലംസ് എനിക്കറിയാമല്ലോ. ഞങ്ങൾ സ്ഥലം വിടുന്നു. പാലക്കാട് നിന്ന് ബോംബെക്ക് ട്രെയിൻ. അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, തന്നെ പോലെ ചില ക്ലോസ് ഫ്രണ്ട്സ്. അവിടെ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണം. അച്ഛനും വീട്ടുകാരും ഒക്കെ ഇമ്പാല ശങ്കരപ്പിള്ളയുടെ ഗുണ്ടകൾ മാരകായുധങ്ങളുമായി ചുമ്മാ അതിന് ഉശിരുള്ളവരാരുമില്ല. ഇപ്പൊ വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതാണ് എറണാകുളത്തിന് പകരം പാലക്കാടിന് ട്രെയിൻ കയറുന്നത്. വിത്ത് യുവർ പെർമിഷൻ മാഡം. പ്രൊഫസർ മേനോൻ, താൻ കുട്ടിക്കാലത്തൊപ്പം പഠിച്ച വർഗീസ്, 3 ആളോട് യാത്ര പറഞ്ഞ് സ്ഥലം വിടാന്ന് വിചാരിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വേണ്ടി വന്നു. ഇവക്ക് വേറൊരു അത്യാവത്ത് തല വീഴാൻ നിൽക്കുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ വേറെ വഴിയൊന്നുമില്ല. കാശും പണവും സൗകര്യമൊക്കെ ആയ നാട്ടിൽ വരും. അപ്പൊ എല്ലാവരും ഇതൊക്കെ മറന്ന് ഞങ്ങളെ ഓച്ഛാനിച്ച് നിൽക്കും. ഇല്ലെങ്കിൽ ബോംബെ വല്ല ഗുജറാത്തിയുടെയോ മാർവാടിയുടെ കീഴിൽ അടിമപ്പണിയിൽ ഒതുങ്ങിക്കഴിയും. നോ കംപ്ലൈൻസ്. ഞാൻ ചായ കൊണ്ടുവരാം. താനും മിസ്സസ് ആദ്യമായിട്ട് വന്നിട്ട്. വേണ്ട, ടാക്സി കാത്തിരിക്കുന്നു. ഓക്കെ, ഇനി ഒരിക്കലാവാം. അതിനുള്ള ഒരു ദിവസം വരും. ഇവിടെ അല്ലെങ്കിൽ അവിടെ, വരാതെ എവിടെ പോകാൻ? ഈ ലോകത്ത് അനിലും രാജനും ഒക്കെ അങ്ങനെ നിസ്സാരമായി കടന്നു പോകാൻ വന്നവരല്ല. നമ്മൾ ഇനിയും കാണും, ആഘോഷിക്കും. സിന്ധു, ഇവൻ ഒരു എന്താ പറയാ, ഒരു ലവബിൾ റാസ്കലാണ്. പ്രിയപ്പെട്ട തമ്മാടി. തർജ്ജമ ഓൾ റൈറ്റ്? ഇതെന്റെ ഫ്രണ്ട്, കോളേജ് റൂംമേറ്റ് ആയിരുന്നു, അനിൽകുമാർ. അത് മിസ്സസ് അനിൽകുമാർ. ഇന്നലെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഇത് അമ്മക്കുട്ടി. സിന്ധു, ഇതാണ് ഞാൻ പറഞ്ഞ ഇവന്റെ വാർത്താ തരങ്ങിണി. അർത്ഥം ശരിയല്ലെങ്കിൽ ക്ഷമിക്കുക, പക്ഷെ വാക്കിനൊരു ഗമയുണ്ട്. ഇല്ല, പോട്ടെ. തിരക്കെന്താണെന്ന് ഇവൻ പിന്നെ പറഞ്ഞുതരും. കാണാതെ തന്നെ ധാരാളം അറിയാം. സദ്യ ചോദിച്ചു വാങ്ങാനുള്ള അധികാരവും തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വയ്യ. സിന്ധു, ഇവരുടെ കല്യാണത്തിന് നമ്മൾ ഉണ്ടാവില്ല. അത് സങ്കടമായിപ്പോയി. അഡ്വാൻസ് ആയി ഞങ്ങളുടെ ആശംസകൾ. നോക്കൂ, ഭംഗി വാക്കുകളൊന്നും പറയാൻ എനിക്കറിയില്ല. ഈ റാസ്കലിന്റെ പരമഭാഗ്യം എന്നേ ഞാൻ പറയൂ. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. ഇറങ്ങാം. നമ്മൾ 4 പേരും കൂടെ ഒന്ന് ആഘോഷിക്കണം. അതിനൊരു ദിവസം വരും. ലെറ്റ് us വെയിറ്റ്. ഇവനെ ശരിക്കും ഭരിച്ചോണം. ഓൾ ദ ബെസ്റ്റ്. അമ്മക്കുട്ടി, എന്തിനെന്നെ പറ്റി പറഞ്ഞു? പണിക്കാരത്തെയാണെന്ന് വെച്ചാൽ മിണ്ടായിരുന്ന മതിയായിരുന്നില്ലേ? എന്തിനെന്നെ പറ്റി പറഞ്ഞു? അമ്മക്കുട്ടി, എന്നെ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. അമ്മക്കുട്ടി, വീട്ടിലാരാ സഹായത്തിന്? എന്തിന്? അതിന്റെ ആവശ്യമില്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ് ചുറ്റുവട്ടത്ത് മുഴുവൻ. ഒരു വിഷമവും ഇല്ല. ഒരിക്കൽ ഞാനൊരു കത്തയച്ചിരുന്നു, 2-3 കൊല്ലം മുമ്പ്. കിട്ടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ള കത്തല്ലേ? ആവശ്യം. എന്തിന്റെ ആവശ്യം എനിക്ക്? അതുകൊണ്ട് മറുപടി അയച്ചില്ല. നളിനി പ്രസവിച്ച ആൺകുട്ടിയാണെന്ന് കുറെ കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അപ്പൊ ഒരു കത്ത് എഴുതിയാലോ എന്ന് ആലോചിച്ചു. എന്നിട്ട് എന്താ എഴുതാഞ്ഞത്? മോന്റെ ഒരു ഫോട്ടോ അയക്കാൻ എഴുതിയാലോ എന്ന് വിചാരിച്ചു. ഇപ്പോഴാ കാണാൻ യോഗം ഉണ്ടായത്. ഓ, ഭയങ്കര ദുർവാശി.
വികൃതി, അനുസരണ എന്നൊന്നില്ല. അവനെ നോക്കാൻ സമയമില്ല രണ്ടാക്കും. അതുകൊണ്ടാവും. എന്തോ എന്നോട് പെട്ടെന്ന് ലോഹിയായി. മിടുക്കനാ, അതിബുദ്ധിയാണ്, രാജേട്ടനെ പോലെ. അവനാണിപ്പോ വലിയ പ്രശ്നം. നാളിന് വിദേശത്തേക്ക് പോകും കൂടെ ചെയ്താൽ നോക്കണം. എന്ത് തിരക്കായാലും അവനെന്റെ കുട്ടികളെ നോക്കാൻ സമയമില്ലാണ്ടിരിക്കൂ. അവനെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയെന്ന് കേട്ടാൽ ഞാൻ ശപിക്കും. സത്യം, മുമ്പ് ഞാൻ ശപിച്ചിട്ടില്ല. ഇവളുടെ പ്രാണിയൊന്നും ഇപ്പോഴും മാറിയിട്ടില്ലെന്നാവും രാജേട്ടൻ ആലോചിക്കണം, അല്ലേ? പോയി കിടന്നോളൂ. എന്നാ മോനെ, എടുത്തു. വാ മോനെ. ഞാൻ വരാം. നളിനി വന്നില്ലേ? ഇല്ല, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഇവിടെ ഇപ്പോ അച്ഛനൊരു വിധം നോർമലാണല്ലോ. ബാബു, ഇവനെ ഒന്ന് പുറപ്പെടുവിച്ചോളൂ. ഞാനില്ല. ബാബുവിന് പഠിക്കണ്ടേ? എന്നെ ബോർഡിങ്ങിലാക്കാനല്ലേ, ഞാൻ പോവില്ല. ഇനി 2 ദിവസമല്ലേ, പിന്നെ ക്രിസ്മസ് വെക്കേഷനായി. കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. ഇവൻ ശല്യാവും ഞാൻ കൂടെ ഇല്ലെങ്കിൽ. വീട്ടുപണി, അച്ഛന്റെ ശുശ്രൂഷ, അതിന്റെ ഇടയില് ഭയങ്കര ശല്യാവും. ഏയ് സാരമില്ല. ഞാൻ അമ്മച്ചോരിമ്മ പറയുന്നൊക്കെ കേൾക്കും. പോയി വരാം. വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ? അകത്തേക്ക് വല്ലോ? ഒന്നുമില്ല. കാറ് കണ്ടില്ല പുറത്ത്? ലൈൻ ലേഡീസിന്റെ സെന്റ് ഓഫ്. അച്ഛൻ എങ്ങനെയുണ്ട്? മരിക്കാൻ കൂട്ടാക്കുന്നില്ല. ബാബു വന്നില്ലേ? അവനോട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. സ്റ്റുപ്പിഡ് ബോയ്. എന്തിനാ അവന്റെ വാശിക്ക് സമ്മതിച്ചത്? ആരാ അവിടെയുള്ളത്? ഇപ്പൊ അമ്മുക്കുട്ടി വന്നിട്ടുണ്ട്, അവള് നോക്കിക്കോളൂ. അമ്മുക്കുട്ടി? ഓ, യുവർ കസിൻ. ഉം. എവിടെയോ ടീച്ചറല്ലേ? ആ, അടുത്ത് തന്നെ, ഒരു എലിമെന്ററി സ്കൂളിൽ. നാളെ ഫസ്റ്റ് തിങ് സെന്റ് ജോസഫിലെ മദറെ കണ്ട് അവന്റെ ബോർഡിങ്ങിലെ കാര്യം ഫിക്സ് ചെയ്യലാണ്. അവിടെ കുറച്ചു ദിവസം തെണ്ടി തിരിഞ്ഞാൽ ഇതിലും വഷളാവും സ്വഭാവം. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ PC അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു. എന്തിനാ കുട്ടികളെ പറയണത്? അവിടെ ഒരു ആപത്തും സംഭവിക്കില്ല. അവിടെ ചുറ്റിത്തിരിഞ്ഞാൽ കുട്ടികൾ വഷളാവുമെങ്കിൽ ഞാൻ പണ്ടേ ഒരു 6 വഷളനാ. മദറോട് നാളെ തന്നെ പറയണം. മറ്റന്നാൾ അവനെ വിളിച്ചോണ്ട് വരണം. അച്ഛനോട് ഞാൻ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ബാബുക്കുട്ട. ഹലോ, ഓർമ്മയുണ്ടോ? നമസ്കാരം. ഞാൻ ഓഫീസിൽ അന്വേഷിച്ചപ്പം ഫാമിലിയെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ജയന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? അധികമില്ല, ഇരിക്കും. ഞങ്ങൾ വന്നിട്ട് 3 ദിവസമായി. ജയനോടെ? രാവിലെ അങ്ങോട്ട് തന്നെ പോയി. ചേട്ടാ, ഇവൻ ഒരുമാതിരി ഒളിച്ചുകളി നടത്തുന്ന പോലെ. ആ, സിന്ധുവും കുട്ടികളും വന്നിട്ടുണ്ട്. ഞാനൊരു 3 കത്ത് അയച്ചിട്ടും ഒരു മറുപടി പോലും. റാസ്കൽ. അവൻ വരട്ടെ. ഞാനും സിന്ധുവും തമ്മിൽ ഒരു സ്വകാര്യ പെറ്റുണ്ട്. ഞങ്ങൾക്ക് 2 കിരാതന്മാർ, അതേപോലെ തന്നെ. അപ്പൊ നിങ്ങളുടെ മക്കളെ പറ്റിയാ പറ്റ്. ഒരാണും ഒരു പെണ്ണുമായ ഞാൻ ജയിച്ചു. പറയൂ, എന്റെ ഗസ് ശരിയല്ലേ? സിന്ധു എന്റെ വീട്ടിൽ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴേക്കും വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് ആകെ മാറിയില്ലേ? ഇമ്പാല ശങ്കരപിള്ള, ദാറ്റ്സ് മൈ ഫാദർ. പേരക്കുട്ടിയെ സ്വപ്നം കാണുന്നുവെന്ന കത്ത്. വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ സിന്ധുവിനെ നിലം തുടിക്കാനല്ലേ കൊണ്ട് നടക്കുന്നത്. ഞങ്ങളുടെ പിള്ളേര് ആദ്യമായിട്ടാ കേരളം കാണുന്നത്. മക്കളെവിടെ? ഓ, അത് പറഞ്ഞില്ല എന്റെ കണക്കൂട്ടൻ. സാരമില്ല, ഞാൻ പറഞ്ഞില്ല കല്ലിൽ ഓടണ്ടെന്ന്. ഏയ്, ജൂനിയർ രാജൻ. അതെ.
നിനക്കെന്നെ അറിയാം? അയ്യേ മോശം. ഒന്ന് വീണതിന് ആരെങ്കിലും കരയോ? നിന്റെ അച്ഛനും അങ്കിളും കൂടെ പണ്ട് അടി കൂടിയിട്ടുണ്ട്, വീണിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീണാലേ ചുമ്മാ ചിരിക്കും. അനിൽ എന്നൊരു അങ്കിളിനെ പറ്റി നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് പറ്റി 2 ചങ്ങാതിമാർ സ്ഥലത്തുണ്ട് അങ്കിളിന്റെ വീട്ടിൽ. ഗിഫ്റ്റൊക്കെ സിന്ധു വെച്ചിട്ടുണ്ട്. ഒറ്റയാൾ നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരണം. പണ്ട് പറഞ്ഞ ഗെറ്റ് ടുഗദർ അവിടെ സിന്ധു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 3ാമതൊരാൾ വരുന്നോന്ന് ഇപ്പൊ ഒരു സംശയം. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് യാത്ര വയ്യാം. എന്ന് വരും? യു ഫിക്സ്? പറയാം. രാജാക്കും ഭാര്യയും വരുമ്പോ വന്ന വിവരം പറയാം. സോറി സോറി, ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്ക് മനസ്സിലാവുന്നു, ക്ഷമിക്കണം. അപ്പോൾ കുട്ടി? ബാബു വെറുതെ വെക്കേഷൻ കഴിയുന്നവരിവിടെ. അപ്പോൾ അമ്മക്കുട്ടി? ഞാൻ ഇവിടൊക്കെ തനിയെ